എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 24-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ശിവശക്തി സ്വരൂപിണ്യേ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 24. ജഗൽസുതേ ധാതാ ഹരി അവതിരുദ്രക്ഷപയതേ തിരസ്കുർവന്നേതൽ സ്വമപി വപു ഈശ തിരയതി സദാപൂർവ സർവം തദിതം അനുഗൃഹ്ണാതി ച ശിവ തവയാജ്ഞാം ആലംബ്യ ക്ഷണചലിതയോ ഭ്രൂലതികയോ. ജഗൽസുതേ ധാതാ ഹരിർ അവതിരുദ്ര ക്ഷപയതേ തിരസ്കുർവന്നേതൽ സ്വമപി വപു ഈശ തിരയതി സദാപൂർവഃ സർവം തദിദം അനുഗൃഹ്ണാതി ച ശിവ തവ ആജ്ഞാം ആലംബ്യ ക്ഷണചരിതയോ ഭ്രൂലതികയോ. അല്ലയോ ശിവശക്തി സ്വരൂപിണി. ഇവിടെ സൃഷ്ടി എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അല്ലയോ ശിവശക്തി സ്വരൂപിണി, ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിക്കുന്നു, വിഷ്ണു രക്ഷിക്കുന്നു. ധാതാ ഹരി, ബ്രഹ്മാവ് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു, ധാതാവ് സൃഷ്ടിക്കുന്നു, ഹരി അതിനെ സംരക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. രുദ്രൻ സംഹരിക്കുന്നു. ഈശ്വരൻ ഈ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരെ തന്നിൽ ലയിപ്പിച്ച് തൻ്റെ ശരീരത്തെയും മറയ്ക്കുന്നു. അതായത് താനും സദാശിവത്വത്തിൽ ലയിക്കുന്നു. സദാശിവതത്വത്തിൽ, സദാശിവൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. സദാശിവൻ ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വരൂപമായ 4 തത്വങ്ങളെയും നിൻതിരുവഴിയുടെ ഒരു തവണ ഇളക്കപ്പെട്ട പുരികക്കൊടികളുടെ കൽപ്പനയെ സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സൃഷ്ടി നടത്തണമെങ്കിൽ എന്ത് വേണം? ഇവിടെ സൃഷ്ടി നടത്തണമെങ്കിൽ 5 തത്വങ്ങളാണ് വേണ്ടത്. സദാശിവൻ അനുഗ്രഹരൂപമായ നിൻതിരുവഴിയുടെ ഭ്രൂചലനത്തെ കണ്ടറിഞ്ഞ് ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വരന്മാരെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാനുഗ്രഹങ്ങൾ എന്ന് 5 കൃത്യങ്ങളുള്ളതിന് ക്രമേണ ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വര സദാശിവന്മാർ അതിന് അധികാരികളാകുന്നു. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു രക്ഷിക്കുന്നു, രുദ്രൻ സംഹരിക്കുന്നു. ഈശ്വരൻ ഈ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരെ തന്നിൽ ലയിപ്പിച്ച് താനും സദാശിവതത്വത്തിൽ ലയത്തെ പ്രാപിക്കുന്നത്. അത് ഈശ്വരനും ഇതുവരോടൊപ്പം ലയിക്കുന്നു. ഇത് ബ്രഹ്മാണ്ഡ പ്രളയമാകുന്നു. അപ്പം എല്ലാം കൂടെ ലയിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? ബ്രഹ്മാണ്ഡ പ്രളയമാകുന്നു. ഇനി ആ പ്രളയം മാത്രം പോരാൽ ഈ പ്രളയത്തിൽ നിന്നൊരു സൃഷ്ടി വേണമല്ലോ. ആ പ്രളയത്തിൽ സദാശിവൻ നിൻതിരുവഴിയുടെ ഭ്രൂഭംഗരൂപമായ അഭിപ്രായം, അംഗീകാരം, ആജ്ഞ. അപ്പം ദേവിയുടെ ആജ്ഞ ഉണ്ടെങ്കിലേ ഇവിടെ എന്ത് നടക്കൂ? സൃഷ്ടി നടക്കുകയുള്ളൂ. ബ്രഹ്മാവ് വിചാരിച്ചാലോ, വിഷ്ണു വിചാരിച്ചാലോ, രുദ്രൻ വിചാരിച്ചാലോ, ഈശ്വരൻ വിചാരിച്ചാലോ, ഇവർ 4 പേരും ഉണ്ട്. പക്ഷേ ആരുടെ ആജ്ഞ വേണം? അപ്പോൾ 5-ാമത്തേന്ന് പറഞ്ഞപ്പോൾ ആരാണ്? ദേവിയുടെ ഭ്രൂചലനം. അപ്പോൾ ദേവിയുടെ അംഗീകാരമില്ലാതെ, ദേവിയുടെ ആജ്ഞയില്ലാതെ സൃഷ്ടി നടത്താൻ പറ്റുകയില്ല. അപ്പോൾ ദേവി എങ്ങനെയാണ് ആജ്ഞാപിച്ചത്? തൻ്റെ പുരികക്കൊടികൾ ചലിപ്പിച്ച് ഭ്രൂചലന മാത്രയിൽ അപ്പോൾ തൻ്റെ ഇളക്കപ്പെട്ട പുരികക്കൊടികളുടെ കൽപ്പന അനുസരിച്ചാണ് അനുഗ്രഹിച്ചത്. ദേവി തൻ്റെ പുരികക്കൊടികൾ ഇളക്കി അനുഗ്രഹിക്കുന്നു. എന്ത്? സൃഷ്ടി നടത്താം. അപ്പോൾ ദേവിയുടെ ആജ്ഞയില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. ഇപ്പം സദാശിവൻ അനുഗ്രഹരൂപമായ നിന്തിരുവടിയുടെ ഭ്രൂചലനത്തെ കണ്ടറിഞ്ഞ് ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വരന്മാരെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാനാനുഗ്രഹങ്ങൾ എന്ന 5 കൃത്യങ്ങളുള്ളതിന് ക്രമേണ ബ്രഹ്മ വിഷ്ണു രുദ്രേശ്വര സദാശിവന്മാർ അധികാരികളാകുന്നു. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു രക്ഷിക്കുന്നു, രുദ്രൻ സംഹരിക്കുന്നു. ഈശ്വരൻ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരെ തന്നിൽ ലയിപ്പിച്ച് താനും സദാശിവത്വത്തിൽ ലയത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ലയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരനും അതുപോലെ തന്നെ ഈശ്വരനും ഈ പറഞ്ഞ സദാശിവതത്വവും എല്ലാം എല്ലാം ഇങ്ങനെ ലയത്തിൽ എല്ലാം ലയിച്ചു ചേരുന്നു. അതാണ് ബ്രഹ്മാണ്ഡ പ്രളയം എന്ന് പറയുന്നത്. ഇനി ആ പ്രളയത്തിൽ നിന്നും ദേവിയുടെ ആജ്ഞയില്ലാതെ എന്ത് നടക്കുകയില്ല? സൃഷ്ടി നടക്കുകയില്ല. അങ്ങനെ ദേവി തൻ്റെ
പുരിയക്കൊടികൾ ചലിപ്പിച്ച് അതിനുള്ള ആജ്ഞ നൽകുന്നു. പ്രളയത്തിന് ശേഷമുള്ള സൃഷ്ടിക്ക് ദേവി ആജ്ഞ കൊടുക്കുകയാണ്. തൻ്റെ പുരിയക്കൊടികൾ ഇളക്കി. ജഗൽസുതേ ധാത ഹരി അവതിരുദ്ര ക്ഷപയതേ തിരസ്കുർവന്നേ തത് സ്വമപി വപു ഈശ തിരയതി സദാപൂർവ സർവം തദിദം അനുഗ്രഹ്ണാതി ച ശിവ തവ ആജ്ഞാമാലംബ്യ ക്ഷണചലിതയോ ഭ്രൂലതികയോ. ദേവിയുടെ അനുഗ്രഹം, മഹാദേവിയുടെ ശിവശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.